പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദ്വീപികാരുണ്യ ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവിൻ്റെ ഈ വലിയ വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പരിശുദ്ധമായ നിമിഷത്തിൽ നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന വൈദ്യനായ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശാരീരിക മുറിവിനേക്കാൾ മാനസികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത മുറിവുകളും ഭാരങ്ങളും വേദനകളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അതെല്ലാം പരിപൂർണമായി ഈ ആരാധനയുടെ സമയത്ത് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം കൊടുക്കാം. കാരണം ഈശോയുടെ വചനം, ഈശോ തന്നെയാകുന്ന വചനം നാം കേൾക്കുമ്പോൾ, ശ്രവിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അതായത് ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെ നമ്മൾ പങ്കുചേരുകയാണ്. ഈശോ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നടത്തിയത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കു വേണ്ടിയാണ്. അത്രമാത്രം ആഴത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ്റെ സവിധത്തിലാണ് നമ്മിപ്പോൾ ആയിരിക്കുന്നത് എന്ന് സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കാം. നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. പൂർണ്ണഹൃദയത്തോടെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കാം. ജെറമ്യയുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തോടായി ദൈവം ഒരു വലിയ വാഗ്ദാനം നൽകുകയാണ്. എന്തെന്നാൽ ഞാൻ നിന്നെ മുറിവുണക്കി നിനക്ക് സൗഖ്യം നൽകും. ഈ വചനം പറയുമ്പോൾ ഇസ്രായേൽ ജനത വലിയ കഷ്ടപ്പാടുകളിലൂടെയും അടിമത്തത്തിലൂടെയും കടന്നു പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കണം. പല വിധത്തിലുള്ള വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും അടിമത്തത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ജനമായിരുന്നു ഇസ്രായേൽ ജനം. ആ വലിയൊരു സമയത്താണ് പ്രവാചകനെ അയച്ചുകൊണ്ട് അവർക്ക് ഈ വലിയൊരു സന്ദേശം ദൈവം നൽകുക. ഞാൻ നിൻ്റെ മുറിവുണക്കി നിനക്ക് സൗഖ്യം നൽകും. അവർ ഒറ്റപ്പെട്ടു പോയവരും ആരും അന്വേഷിക്കാനില്ലാത്തവരുമായി തീർന്നിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്നും ആരും അന്വേഷിക്കാനില്ലാത്തവരെന്നും കരുതുന്നവരുണ്ട് എങ്കിൽ ഇസ്രായേൽ ജനത്തോട് പ്രവാചകനും വഴി ഈശോ അരുളി ചെയ്ത ഈ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് നിറച്ചു വയ്ക്കാം. എന്തെന്നാൽ ഞാൻ നിൻ്റെ മുറിവുണക്കി നിനക്ക് സൗഖ്യം നൽകും. പ്രിയ സഹോദരരെ, ഈ വാക്യത്തിലൂടെ നമ്മോട് ഈശോ പറയുന്ന വലിയൊരു കാര്യം ഇതാണ്. ഈ നിമിഷം ദീപികാരുടെ ആരാധനയുടെ സമയത്ത് നല്ല തമ്പുരാൻ നമ്മോട് പറയുകയാണ്, നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചവൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ ബലിയായി അർപ്പിച്ചവൻ നമ്മോട് പറയുകയാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ രോഗത്താൽ വേദനിക്കുന്നുണ്ടാവാം. ഒരുപക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ തളർത്തുന്നത്. ഒരുപക്ഷെ ശാരീരിക രോഗത്തേക്കാൾ ഉപരിയായിട്ട് മനസ്സിലേറ്റിരിക്കുന്ന വലിയ മുറിവുകളും
മനസ്സിലെ വേദനകളും ഒറ്റപ്പെടുത്തുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുടെ ഓർമ്മകളുമൊക്കെ ആയിരിക്കാം വലിയ ഭാരമായി, നിരാശയായി, സങ്കടമായി നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. അതാണ് പലപ്പോഴും അതിൻ്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച്, അതിൻ്റെ തീക്ഷ്ണത കൂടുന്നതിനനുസരിച്ച്, തീവ്രത കൂടുന്നതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും ശാരീരികമായി പോലും രോഗികളായി മാറുകയാണ്. പക്ഷെ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച ക്രിസ്തുനാഥൻ, നമ്മുടെ ഒപ്പമായിരുന്നവൻ, നമ്മുടെ ഒപ്പമായിരിക്കുന്നവൻ, ഇനിയും ഒപ്പമായിരിക്കാൻ വാഗ്ദാനം നൽകിയവൻ നമ്മോട് പറയുകയാണ്, ഞാൻ നിൻ്റെ മുറിവുകൾ ഉണക്കി നിനക്ക് സൗഖ്യം നൽകുമെന്ന്. ഈശോ നമ്മോടെപ്പോഴും പറയുന്ന കാര്യം ഇതാണ്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ മുറിവുകൾ ഉണക്കാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ മുറിവുകൾ രോഗത്തിൻ്റേത് മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ വേദനകളാകാം. നമ്മൾ സ്നേഹിച്ചവർ നമ്മെ ഒറ്റപ്പെടുത്തിയതിൻ്റെ വേദന, മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ വേദന, നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ വേദന, ഈ വേദനകളൊക്കെ തമ്പുരാൻ അറിയാം, ഈശോയ്ക്കറിയാം. ഈശോ ഒരു വൈദ്യനെ പോലെ നമ്മുടെ മുറിവുകളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മുടെ പാപങ്ങളുടെയും കുറവുകളുടെയും മുറിവുകളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സൗഖ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ഈ തിരുസാന്നിധ്യത്തിലിരുന്നു കൊണ്ട് നമുക്ക് ഹൃദയപൂർവ്വം വിശ്വാസപൂർവ്വം ഏറ്റുപറയാം, ഞാൻ തനിച്ചല്ല, എന്നെ ആശ്വസിപ്പിക്കുവാനും താങ്ങാനും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ തനിച്ചല്ല, എന്നെ ആശ്വസിപ്പിക്കുവാനും എന്നെ താങ്ങുവാനും എൻ്റെ ഈശോ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ഓരോ വേദനകളും സങ്കടങ്ങളും പോലും അവിടുന്ന് അറിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നും പൊടിയുന്ന കണ്ണുനീര് അവിടുന്ന് കാണാതിരിക്കുമോ? നമ്മുടെ ഹൃദയത്തിലെ വേദന അവിടുന്ന് അറിയുന്നുണ്ട് എങ്കിൽ ആ വേദനകളുടെ നടുവിലും അവിടുത്തെ സ്നേഹം നമ്മെ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചവനാണ്, മുറിവേറ്റവനാണ്, നമുക്ക് വേണ്ടി മുറിവേറ്റവനാണ്, നമുക്ക് വേണ്ടി കുന്തത്താൽ സ്വന്തം പാർശ്വം പിളർക്കപ്പെട്ടവനാണ്, അതിനുവേണ്ടി വിട്ടുകൊടുത്തവനാണ്. ഈശോയുടെ മുമ്പിൽ നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കുന്നതിന് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ പൂർണ്ണമായി സൗഖ്യമാക്കും. പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കണമെന്ന് മാത്രമേ. നമ്മുടെ ബലഹീനതകളായിക്കൊള്ളട്ടെ, കുറവുകളായിക്കൊള്ളട്ടെ, സങ്കടങ്ങളായിക്കൊള്ളട്ടെ, എന്തും കഷ്ടപ്പാടുകൾ, എല്ലാ കാര്യവും ഈശോയുടെ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ കടന്നുപോയ എല്ലാ മുറിവുകളും വേദനകളും രോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണം. ഒരുപക്ഷെ ഈ ദിവസം രോഗങ്ങളാൽ വേദനിക്കുന്നവരെയും ഹൃദയത്തിൽ മുറിവേറ്റവരെയും ഒറ്റപ്പെട്ടു പോയവരെയുമൊക്കെ ഈശോയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ചിലപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, ഒരു മുറിവേറ്റവൻ, വേദനിക്കുന്നവൻ, ഒറ്റപ്പെട്ടു പോയവൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ചില മുറിവുകളും വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുമൊക്കെ തമ്പുരാൻ നമുക്ക് നൽകിയത് നിൻ്റെ മുമ്പിൽ വരുന്ന ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും വേണ്ടിയാണ്. പലപ്പോഴും നാം മുറിവേറ്റും വേദനിച്ചും സങ്കടപ്പെട്ടും രോഗങ്ങളാലും വേദനകളാലും നമ്മൾ നടക്കുന്നത് കൊണ്ട്, സൗഖ്യമാകാത്ത മുറിവുകളാലും നടക്കുന്നത് കൊണ്ട്, മുറിവേറ്റവരെ കാണുമ്പോൾ അവരുടെ കൂടെയായിരിക്കുവാനോ
ഒരാശ്വാസവാക്ക് പറയുവാനോ അവരെ ചേർത്ത് നിർത്താനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരുനാഥന് മുമ്പിൽ ഇരുന്നുകൊണ്ട്, ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും തിരുമുറിവുകളാക്കി മാറ്റണമേ എന്ന്. ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ മുറിവുകളുടെ യോഗ്യതയാൽ ഒരു ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ ഏറ്റിരിക്കുന്ന എല്ലാ മുറിവുകളെയും നിന്റെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ ഞങ്ങളുടെ മുറിവുകളെയും തിരുമുറിവുകളാക്കി മാറ്റിത്തരണമേ എന്ന്. ആ തിരുമുറിവുകൾ കാണുന്നവർക്കെല്ലാം ആശ്വാസമാണ്. ഉദ്ധതനായ ഈശോയുടെ തിരുമുറിവുകൾ കണ്ടപ്പോൾ തോമാസ് ലീഹ പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുവാൻ തക്കവിധത്തിൽ അവനെ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ നമ്മൾ തിരുമുറിവുകളാക്കി മാറ്റുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരും ഉപേക്ഷിച്ചവരും മാറ്റി നിർത്തിയവരുമൊക്കെ തമ്പുരാനെ മഹത്വം കൊടുക്കുന്നതിന് കാരണമായി തീരും. ഈശോയുടെ വലിയ സ്നേഹം ശാന്തതയോടെ നമുക്ക് അനുഭവിക്കാം. ഒരമ്മ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർക്കുന്നത് പോലെ ഈശോ നമ്മെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തൻ്റെ തിരുമുറിവുകളിലേക്കാണ് അവിടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ തിരുത്തിൻ്റെ അഭിഷേകത്താൽ അവിടെ നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. നമ്മുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ചേർത്ത് നിർത്താം. ഈശോയുടെ തിരുത്തിൻ്റെ അഭിഷേകം പരിപൂർണമായി അവരെ നിറയട്ടെ. ഇനിയുള്ള ഏകദേശം കുറേ സമയങ്ങളില്ല ഈശോയുടെ വലിയ സ്നേഹം അനുഭവിച്ചറിയുവാനും നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തുവാനും പരിപൂർണമായി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ സംഭവങ്ങളെയും, എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് കൃപയുടെ വഴികളാക്കി, തിരുമുറിവുകളാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.